വന്ദേ മാതരം ആകെ വിവാദ വിഷയമാണല്ലോ ഇപ്പോൾ. ചിലർ അത് മുഴുവൻ പാടണമെന്നും ചിലർ പാടില്ലെന്നുമൊക്കെ ആയിട്ട്. ശരിക്കും വന്ദേ മാതരം ഒരു വിഭാഗത്തിന് അങ്ങ് ഒഴിഞ്ഞു വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ? അല്ല. കാരണം അത് നമ്മുടെ ദേശീയ ഗീതമാണ്. നമുക്ക് ദേശീയ ഗാനവും ദേശീയ ഗീതവുമുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 കാലഘട്ടത്തിൽ ബംഗാളി ഭാഷയിൽ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ഇന്ന് കാണുന്നൊരു പ്രവണത വന്ദേ മാതരം എന്ന് കേൾക്കുന്നതേ അരോചകമുള്ള കുറെ ആളുകളുണ്ട് എന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സ്വതന്ത്ര സമര കാലത്ത് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി നമ്മുടെ പൂർവികർ വിളിച്ച മുദ്രാവാക്യമാണ് വന്ദേ മാതരം. അവർക്ക് ദേശസ്നേഹവും പോരാടാനുള്ള കരുത്തും പകർന്നു നൽകിയ മഹത് വചനങ്ങളാണത്. മതപരമായ ചില ഉപമകൾ അതിലുണ്ട് എന്നതാണ് വിവാദങ്ങൾക്ക് കാരണം. ഈ വിവാദങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറെ ആയി കേട്ടോ. 1930കളിൽ തുടങ്ങിയതാണിത്. നമുക്കേതായാലും വന്ദേ മാതരത്തിന്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വന്ദേ മാതരം, വന്ദേ മാതരം. അമ്മേ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. സുജലാം സുഫലാം മലയജ ശീതലാം ശസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. നല്ല വെള്ളവും സമൃദ്ധമായ ഫലങ്ങളും നൽകുന്ന തെക്കൻ കാറ്റിന്റെ കുളിർമയുള്ള പച്ചപ്പ് നിറഞ്ഞ വയലുകളാൽ നിറഞ്ഞ അമ്മയെ ഞാൻ വന്ദിക്കുന്നു. ശുഭ്രജ്യോത്സ്ന പുലകിതയാമിനീ പുല്ലകുസുമിത ദ്രുമദലശോഭിനീ സുഹാസിനീ സുമധുരഭാഷിണീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം. നിലാവിന്റെ വെളിച്ചത്തിൽ പുളകം കൊള്ളുന്ന രാത്രികളുള്ള വിരിഞ്ഞ പൂക്കളാലും തളിരിലകളാലും അലങ്കരിക്കപ്പെട്ട മനോഹരമായി പുഞ്ചിരിക്കുന്ന മധുരമായി സംസാരിക്കുന്ന സുഖവും വരങ്ങളും നൽകുന്ന അമ്മയെ ഞാൻ വന്ദിക്കുന്നു. ഇതിലെ അമ്മ നമ്മുടെ രാജ്യമാണ് കേട്ടോ. കോടി കോടി കണ്ഠ കല കല നിനാദ കരാലേ കോടി കോടി ഭുജൈ ധൃത ഖര കരവാലേ അബലാ के नमा एते बले बहुबलधारिणी नमामि तारिणी रिपुदलवारिणी मातरं वन्दे मातरं. കോടിക്കണക്കിന് ശബ്ദങ്ങളുടെ മുഴക്കമുള്ള കോടിക്കണക്കിന് കരങ്ങളിൽ വാളയേന്തിയ അമ്മയെ ആരാണ് ബലഹീന എന്ന് വിളിക്കുക? ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന, ശത്രുക്കളെ പ്രതിരോധിക്കുന്ന അറ്റമില്ലാത്ത ശക്തിയുള്ള അമ്മയെ ഞാൻ വന്ദിക്കുന്നു. तुमि विद्या तुमि धर्म तुमि हृदि तुमि मर्म त्वं हि प्राणाः शरीरे बाहुते तुमि मा शक्ति हृदये तुमि मा भक्ति तुम्हारी प्रतिमा गड़ी मंदिरे मंदिरे मातरं वन्दे मातरं. നീ തന്നെയാണ് ഞങ്ങളുടെ അറിവും ധർമ്മവും ഹൃദയവും മർമ്മവും. ഞങ്ങളുടെ ശരീരത്തിലെ ജീവൻ പോലും നീയാണ്. ഞങ്ങളുടെ കൈകളിലെ ശക്തിയും ഹൃദയത്തിലെ ഭക്തിയും നീ തന്നെ. ഓരോ ക്ഷേത്രങ്ങളിലും ആരാധിക്കപ്പെടുന്നത് നിന്റെ പ്രതിമ തന്നെയാണ്. അതായത് ഓരോ ക്ഷേത്രത്തിലും നമ്മുടെ രാജ്യത്തെയാണ് ആരാധിക്കുന്നതെന്ന്. त्वं हि दुर्गा दश प्रहरणधारिणी कमला कमलदलविहारिणी वाणी विद्या दायिनी नमामि त्वां नमामि त्वां नमामि त्वां नमामि कमलाम् अमलाम् अतुलाम् सुजलां सुफलां मातरम्. 10 കൈകളിൽ ആയുധങ്ങളേന്തിയ ദുർഗാദേവി നീയാണ്. താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയും അറിവ് നൽകുന്ന സരസ്വതി ദേവിയും നീ തന്നെ. ശുദ്ധയായ സമാനതകളില്ലാത്ത അമ്മയെ ഞാൻ വന്ദിക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ വിവാദവാക്യങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ശത്രുക്കളെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള ദുർഗയും
സമ്പത്തും ഐശ്വര്യവും തരുന്ന ലക്ഷ്മിയും അറിവ് നൽകുന്ന സരസ്വതിയും എന്നുവേണ്ട മക്കൾക്ക് ആവശ്യമായതെല്ലാം തരുന്ന നമ്മുടെ അമ്മയാണ് ഇന്ത്യ എന്ന രാജ്യം എന്നാണ് കവി ഉദ്ദേശിച്ചത്. അത് മതപരമായി എന്ന് പറയാനാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ തീരുമാനിക്കും. श्यामलां सरलां सुस्मितां भूषितां धरणीं भरणीं मातरं वन्दे मातरम्. പച്ചപ്പ് നിറഞ്ഞ ലാളിത്യമുള്ള മനോഹരമായ പുഞ്ചിരിയുള്ള ഈ ഭൂമിയെ പരിപാലിക്കുന്ന മാതാവിനെ ഞാൻ വന്ദിക്കുന്നു. ഇത്രയുമാണ് വന്ദേമാതരം. ഇതിൽ പണ്ടുകാലത്തുണ്ടായ വിവാദം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം ദൈവങ്ങളെ പരാമർശിച്ചത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമരകാലത്ത് വിപ്ലവകാരികൾക്ക് വലിയ ആവേശം പകർന്ന ഈ ഗാനത്തിന്റെ ആദ്യ 2 വരികൾ 1937 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ ഗീതമായി സ്വീകരിച്ചു. 1950 ജനുവരി 24 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചു. ഇതാണ് വന്ദേമാതരത്തിന്റെ പൂർവ്വകാലം. എന്നാൽ ഇപ്പോൾ വിഷയം ഇതൊന്നുമല്ല. വന്ദേമാതരം മുഴുവൻ ആലപിക്കണം എന്ന് പറയുന്നതാണ്. സെക്യുലറായ ഒരു രാജ്യത്ത് വിശ്വാസപരമായി യോജിക്കാനും വിയോജിക്കാനും അവകാശമുള്ളൊരിടത്ത് ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ തന്നെയാണ് നമ്മുടെ നിലപാടുണ്ടാവേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോഴും വന്ദേമാതരത്തിനെതിരല്ല, അത് പാടണമെന്ന നിർബന്ധത്തെയാണ് നമ്മൾ എതിർക്കുന്നതെന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകണം. അത്രയേ ഉള്ളൂ. वन्दे